അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹിൽ ബിറുൽ ജവാദ് അസ്സലാത്തു വസ്സലാമു അലാ ഖൈറിൽ ഇബാദ് ഹാദിയിൽ ഉമ്മത്തി ഇലാ സബീൽ റഷാദ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറല്ലാ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم. وقال حبيبنا وقائدنا وأسوتنا محمد مصطفى صلى الله عليه وسلم التعب عند الله من ريح المسكين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ വിശുദ്ധിയേറിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ റമളാൻ മാസം അവനിലേക്ക് കടന്നു വന്നിട്ട് അവൻ അള്ളാഹുമായി കൊണ്ടൊരു ബന്ധം പുലർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് റമളാനു ഷഹ്റു ഉമ്മത്തി, മുത്തുനബിയുടെ ഉമ്മത്തിൻ്റെ മാസമാണ് പരിശുദ്ധമായ റമളാൻ മാസം എന്ന് പറഞ്ഞു പോയ ആ മാസത്തിൻ്റെ റഹ്മത്തിൻ്റെ 10ൻ്റെ അവസാനത്തിലോട്ട് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് റഹ്മത്ത് കിട്ടിയോ? മഅഫിറത്തിലോട്ട് നമ്മളിനി കടന്നു പോകുമ്പോൾ മഅഫിറത്ത് നമുക്ക് ലഭിക്കുമോ? ഈ തൊക്കമ്മിനന്നാറിൻ്റെ വിശുദ്ധിയേറിയ ദിവസങ്ങളിലോട്ട് നമ്മൾ നടന്നു നീങ്ങുമ്പോൾ ഇത്തൊക്കെ ചൊല്ലിയവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിയോ എന്ന് നമ്മുടെ സ്വന്തം ഒന്ന് വിചിന്തനം നടത്തേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബ കിറാമിനോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സ്വഹാബ, പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ, ഇദാ ജാഅ റമളാൻ മാസം കടന്നു വന്നു കഴിഞ്ഞാൽ 3 അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തെ അത്ഭുതമായിക്കൊണ്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നത്, ഫുതിയത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം അത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. രണ്ടാമതായി കൊണ്ട് പറയുന്നത് വഉല്ലികത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം അതും പരിശുദ്ധമായ റമളാൻ മാസമാണ്. വസുഫിദത്തി ശയാത്തീൻ, ശൈത്താന് കെട്ടിയിടപ്പെടുന്ന മാസം അത് പരിശുദ്ധമായ റമളാൻ മാസമാണ്. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഫുതിയത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കുകയാണ് എൻ്റെ വിശ്വാസികൾക്ക്, എൻ്റെ അടിമകൾക്ക്. അവർ സ്വർഗത്തിലോട്ട് കടന്നു വരട്ടെ എന്ന് പ്രതീക്ഷയോടെ. വഉല്ലികത്ത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ കവാടങ്ങൾ ഇനി കാണണ്ട, അതങ്ങ് കൊട്ടിയടക്കപ്പെടുക. പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നു കഴിഞ്ഞ നരകാവകാശികൾക്ക് പോലും ക്ഷമനം കൊടുക്കുന്ന വിശുദ്ധിയേറിയ റമളാൻ, ആ റമളാൻ നരകത്തിൻ്റെ കവാടങ്ങൾ അങ്ങ് കൊട്ടിയടക്കപ്പെടുകയാണ്. വസുഫിദത്തി ശയാത്തീൻ, ശൈത്താനെ കെട്ടിയിടപ്പെടുകയാണ്. ഇത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരികളായ നമുക്ക്, അവരുടെ ഉമ്മത്തിന്, മുത്തുനബിയുടെ ഉമ്മത്തിന് ഇത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ഈ ശൈത്താനെ പോലും കെട്ടിയിടപ്പെട്ടിട്ട് നമ്മൾ നന്നായിട്ടില്ലെങ്കിൽ അവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മൂസാ നബിയെ, ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ഞാൻ 2 പ്രകാശങ്ങളെ കൊടുത്തിട്ടുണ്ട്. വേറൊറ്റൊരു ഉമ്മത്തും ഞാൻ ഇങ്ങനത്തെ ഒരു പ്രകാശങ്ങളൊക്കെ എടുത്തിട്ടില്ല. ആ 2 പ്രകാശങ്ങൾ ഏതാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് ചോദിക്കുകയാണ്, അല്ലാ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് മാത്രമായിക്കൊണ്ട് നീ കൊടുത്തുപോയ ആ 2 പ്രകാശങ്ങൾ ഏതാണ്? അള്ളാഹു പറയുന്നുണ്ട്, മൂസാ നബിയെ, ഒന്നാമത്തെ പ്രകാശം നൂറു റമളാൻ, റമളാൻ എന്ന് പറയുന്ന പ്രകാശത്തിനെ ഞാൻ നൽകിയത്.
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, എന്തിനാണ് ഞാൻ നൂറു റമദാൻ എന്ന് പറയുന്ന പ്രകാശത്തിന് നൽകിയത്? ഒരു ഇരുട്ടിനെ മറക്കാനാണെന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കാൻ. മൂസാ നബി ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, ഇവിടെയുള്ള ഏത് സമയത്തുള്ള ഇരുട്ടിനെ മറക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്നു, മൂസാ നബിയെ, നൂറു റമദാൻ, റമദാൻ എന്ന് പറയുന്ന പ്രകാശത്തിന് ഞാൻ നൽകിയത് ദുൽമത്തുൽ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള ഇരുട്ടിനെ മറക്കാനാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുക. മഹ്ശറയിലുള്ള കണക്ക് കൂട്ടലുടെ ലോകമായ മഹ്ശറ, മക്കൾ തിരിഞ്ഞു നോക്കാത്ത ലോകമായ മഹ്ശറ, ആരും കടന്നു വരാനില്ലാത്ത മഹ്ശറ, ആ മഹ്ശറയുടെ തിരുമുറ്റത്തോട്ട് മനുഷ്യ മക്കൾ കടന്നു വരുന്ന സമയത്ത് റമദാൻ എന്ന് പറയുന്ന പ്രകാശം ഞാൻ അവനക്ക് നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ. ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ റമദാനിലൂടെ റയ്യാൻ എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ കവാടത്തിലോട്ട് കടന്നു പോകുന്ന ഒരു അടിമകളായി നമ്മൾ മാറണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ പ്രകാശമായി കൊണ്ട് പറഞ്ഞു തിരിക്കുന്നത് നൂറു ഖബർ, രണ്ടാമത്തെ പ്രകാശമായി കൊണ്ട് പറഞ്ഞു കൊടുക്കുന്ന നൂറുൽ ഖുർആൻ, ഖുർആൻ എന്ന് പറയുന്ന പ്രകാശത്തിനെയാണ്. ഈ ഖുർആൻ ഇറങ്ങിയത് അത് പരിശുദ്ധമായ റമദാൻ മാസമാണ്. പ്രിയപ്പെട്ടവർ, ഈ റമദാൻ എന്ന് പറയുന്ന വിശുദ്ധിയേറിയ മാസത്തെ നൂറ് ഖുർആൻ, ഖുർആൻ എന്ന് പറയുന്ന പ്രകാശത്തിന് നൽകിയത് എവിടെയുള്ള ഇരുട്ടിനെ മറക്കാൻ വേണ്ടിയാണ്. ദുൽമത്തുൽ ഖബർ, നമ്മൾ പോയി കിടക്കേണ്ട ഖബർ, ആരുമില്ലാത്ത ഖബർ, മക്കളില്ലാത്ത, കുടുംബക്കാരില്ലാത്ത, കൂട്ടുകാരില്ലാത്ത, നമ്മുടെ സഹചാരികളില്ലാത്ത, നമ്മുടെ കൂടെ കിടന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി പോലുമില്ലാതെ ഒറ്റക്ക് പോയി കിടക്കേണ്ട പച്ചമണ്ണായ ഖബർസ്ഥാനിൻ്റെ അകത്തുള്ള ആ ഇരുട്ടിനെ മറക്കാൻ വേണ്ടിയാണ് നൂറ് ഖുർആൻ എന്ന് പറയുന്ന പ്രകാശത്തിന് ഞാൻ കൊടുത്തത് മൂസാ നബിയെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഖബർ രക്ഷപ്പെടേണ്ടത് ഈ റമദാനിൻ്റെ ഖുർആൻ ഓതലിലൂടെ ആയിരിക്കും. ഓരോ സമയത്തുള്ള നമ്മുടെ പരിശുദ്ധമായ ഖുർആനിൻ്റെ ഓത്തുകൾ നമ്മുടെ ഖബറിൻ്റെ അകത്തോട്ടുള്ളൊരു പ്രകാശമാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മുടെ ഖുർആനിലോട്ട് എടുത്തുകൊണ്ട് സദുറുൽ ഈമാൻ, നമ്മുടെ ഖൽബിൻ്റെ അകത്തൊരു ഈമാനിൻ്റെ പരിമളം, ഒരു സുഗന്ധം കടന്നു വരേണ്ട ഒരു ജീവിതമായിരിക്കണം നമ്മുടെ റമദാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് തെറ്റുകളുടെ കൂമ്പാരങ്ങളുമായി കൊണ്ട് ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ മുന്നോട്ട് കടന്നുപോയവരായിരിക്കും. പക്ഷേ ഈ റമദാൻ കയ്യിലോട് കൂടെ പാപങ്ങളെല്ലാം കരിച്ചു കളയുന്ന ഒരു മാസമാണ് റമദാൻ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തുകൊണ്ടാണ് റമദാൻ എന്ന് പറയുന്ന മാസത്തിന് റമദാൻ എന്ന് പറയുന്ന പേര് വെക്കാൻ കാരണം? ആയിഷ, ഇത് പാപങ്ങളെ കരിച്ചു കളയാനുള്ള മാസമാണ്. അതുപോലെ പാപങ്ങളെ കരിച്ചു കളഞ്ഞുകൊണ്ട് റമദാൻ വിട പറയാൻ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കണേ അല്ലാ, ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.